സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. ദിയ കൃഷ്ണയുടെ കുടുംബവിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഏറെയാണ്. സഹോദരിമാരെല്ലാം യൂട്യൂബ് ചാനലിൽ ഉണ്ടെങ്കിലും ഇവരിൽ ദിയയുടെ സ്വകാര്യ ജീവിതമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. അടുത്തിടെയാണ് ദിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ ഭർത്താവിൻ്റെ പേര്. ഇരുവരും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. കുറച്ച് വർഷങ്ങൾ നീണ്ട പ്രണയത്തിന് ശേഷമാണ് വിവാഹം നടന്നത്. വിവാഹശേഷം കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ദിയയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരും പുതിയ വീട്ടിലേക്ക് മാറി. തനിക്കും അശ്വിനും തങ്ങളുടേതായ ജീവിതമാണ് വേണ്ടതെന്നും രണ്ടു വീട്ടുകാരുടെയും ഇടപെടൽ ആഗ്രഹിക്കുന്നില്ലെന്നും ദിയ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദിയയുടെ ഫോളോവേഴ്സ് ഉന്നയിക്കുന്ന വിമർശനം ചർച്ചയാവുകയാണ്. പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം കുക്കിംഗ് കാര്യമായി ഇവിടെ തുടങ്ങിയിട്ടില്ല. മിക്കപ്പോഴും പുറത്തു നിന്നോ അല്ലെങ്കിൽ ദിയയുടെയോ അശ്വിൻ്റെയോ വീടുകളിൽ നിന്നാണ് ഭക്ഷണമെന്ന് ഇരുവരുടെയും ഫോളോവേഴ്സ് പറയുന്നു. ദിയയുടെ പുതിയ വീഡിയോ വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായി അശ്വിൻ്റെ അമ്മ വരുന്നതാണ്. അമ്മയുണ്ടാക്കിയ ഭക്ഷണം കൊതിയോടെ കഴിക്കുന്ന അശ്വിനെയും വീഡിയോയിൽ കാണാം. നിരവധി പേരാണ് അശ്വിൻ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയത്. അമ്മയുണ്ടാക്കിയ ഭക്ഷണം കണ്ടതിൻ്റെ ധൃതിയാണെന്ന് പലരും പറഞ്ഞു. എന്നാൽ ചിലർ ദിയയെ കുറ്റപ്പെടുത്തി. ഒറ്റയ്ക്ക് കുടുംബജീവിതം തുടങ്ങുമ്പോൾ വീട്ടുകാരെ ആശ്രയിക്കാതെ സ്വന്തമായി പാചകം ചെയ്യാൻ പറ്റണമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം, ദിവസത്തിൽ ഒരിക്കൽ വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കൂ. എന്നായാലും നിങ്ങളത് ചെയ്യണം. പാചകം കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ വീട് മാറി താമസിച്ചു. ഇനി നിങ്ങൾക്ക് എപ്പോഴും വീട്ടുകാരെ ആശ്രയിക്കാൻ പറ്റില്ല എന്നാണ് ഒരാളുടെ കമൻറ്റ്. അശ്വിൻ കഴിക്കുന്നത് കണ്ടാലറിയാം വീട്ടിൽ നിന്ന് കാര്യമായി ഭക്ഷണമില്ലെന്ന് എന്നാണ് മറ്റു ചിലരുടെ കമൻറ്റ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഭാവി ജീവിതത്തെക്കുറിച്ച് ദിയ പറഞ്ഞ വാക്കുകളും ഇതിനിടെ ചർച്ചയാവുകയാണ്. തൻ്റെ വീട്ടുകാരുടെയോ അശ്വിൻ്റെ വീട്ടുകാരുടെയോ ഇടപെടലില്ലാതെ താനും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന സിമ്പിൾ ജീവിതമാണ് താൻ ആഗ്രഹിച്ചതെന്ന് ഒരിക്കൽ ദിയ പറയുകയുണ്ടായി. എനിക്ക് വേണ്ടത് എൻ്റെ ഭർത്താവും കുട്ടികളുമാണ്. എൻ്റെ അടുത്ത് വേറാരും ഒരു സംസാരത്തിനും വരേണ്ട. ഞങ്ങളുടെ ലോകം. എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ആരും എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അശ്വിൻ്റെ കുടുംബത്തിൽ നിന്നും ആരും ഇടപെടരുത്. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തീരുമാനിക്കുമെന്നും ദിയ കൃഷ്ണ അന്ന് പറഞ്ഞു.